അതിൻ്റെ ഒരു സന്തോഷവും നന്ദിയും അറിയിക്കുന്നതിനാണ് ഞങ്ങൾ പ്രഥമമായി ഈ ഒരു വാർത്താ സമ്മേളനം ഇപ്പോൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതേ ക്യാബിനറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ മിനിമം വേതനം ഞങ്ങൾ ആവശ്യപ്പെട്ടത് 21,000 രൂപയാണ്. ആ വേതനം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ സമരത്തിൻ്റെ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ചാണ്. ആ ഡിമാൻഡ് ഒരു മാസത്തിനുള്ളിൽ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തി തീരുമാനമെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേതനം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനനുസരിച്ച് ഞങ്ങൾ ഉയർത്തിയ 21,000 രൂപ എന്നുള്ള ഡിമാൻഡിലേക്ക് എത്തിച്ചേരും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് ഞങ്ങൾ 9 മാസം ഈ സെക്രട്ടേറിയറ്റ് നടയിൽ നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് നടത്തിയ ത്യാഗനിർഭരമായ ഒരു സമരത്തിൻ്റെ ഒരു വിജയമാണ് ഇന്നലെ പ്രഖ്യാപിച്ച ഈ വേതന വർധനവ്. ഒരു ജനപ്രതിനിധി തീർച്ചയായും പ്രത്യേകിച്ചും ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരാൾ ആ നാട്ടിലെ ജനങ്ങൾ ഉയർത്തുന്ന അവരുടെ വിഷയങ്ങളോട് എങ്ങനെയാണ് ഇടപെടേണ്ടുന്നത്, പെരുമാറേണ്ടുന്നത് എന്നുള്ളത് ആ ഉത്തരവാദിത്ത ബോധം പ്രദർശിപ്പിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ എല്ലാ നന്ദിയും അറിയിക്കുകയാണ്. നിങ്ങൾക്കറിയാം, 266 ദിവസം ഞങ്ങൾ ഈ തെരുവിലിരുന്നപ്പോൾ ഞങ്ങളെ ഒന്ന് കാണാൻ അന്നിവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി ഒരു ദിവസം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഞങ്ങളെ കാണണം എന്നുള്ളത് ഒരിക്കൽ പോലും വന്നിട്ടില്ല എന്നത് വളരെ ഞെട്ടലോടെയാണ് പ്രബുദ്ധ കേരളം മനസ്സിലാക്കിയത്. ലോകത്താകമാനമുള്ള മനുഷ്യർ അതിനെ കണ്ടത്. 31ാമത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അതൊരു സ്വമേധയാ പ്രതികരിച്ചതല്ല. ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങോട്ട് നിർബന്ധപൂർവം ചോദിച്ചപ്പോൾ സമരത്തിന്റെ വഴിക്ക് പോട്ടെ, അങ്ങനെ സമരം ചെയ്ത് എല്ലാം നേടാം എന്നൊരു മനോഭാവം ഉണ്ടാകുന്നത് ശരിയല്ല എന്നാണ് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ സമരപ്പന്തലിൽ വന്ന് ഈ സമരത്തിന്റെ ന്യായയുക്തത ബോധ്യപ്പെട്ടുകൊണ്ട് ആ സമരത്തിന്റെ ആ വികാരവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ സമരവേദിയിൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് അത് നടപ്പാക്കാൻ ഒരു മുഖ്യമന്ത്രി അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുത്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തയ്യാറായി എന്നുള്ളത് കേരളത്തിനാകെ പ്രതീക്ഷ നൽകുന്നതാണ്. കേരളത്തിലെ പണിയെടുത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രതീക്ഷ നൽകുന്നതാണ്. അവിടെ 21,000 രൂപ എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ആ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ പരിശ്രമിക്കും. അത് ഏത് മാർഗങ്ങളിലൂടെ വേണമെന്നുള്ളത് ഞങ്ങൾ സമയാസമയം ആലോചിച്ച് തീരുമാനമെടുക്കും സംഘടന. ഈ സമരം ഇപ്പോൾ ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന താൽക്കാലികമായെങ്കിലും ഉണ്ടായിരിക്കുന്ന ഈ വിജയം എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതുസമൂഹം വളരെ ജാഗ്രതയോടെ ഈ സമരത്തെ കാത്തുപുലർത്തിയ പൊതുസമൂഹത്തിന്റെ ഉയർന്ന രാഷ്ട്രീയ ബോധവും ജനാധിപത്യ ബോധവും പ്രദർശിപ്പിച്ച കേരള സമൂഹത്തിന്റെ ഒന്നാകെയുള്ള വിജയമാണ്. ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന ഈ നേട്ടത്തിൽ തീർച്ചയായും ഞങ്ങളോട് വാക്കുപാലിച്ച മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഞങ്ങളോട് ഇത്തരത്തിലുള്ള ഈ സമരത്തോട് കാണിച്ച അനുഭാവത്തിന് അല്ലെങ്കിൽ ഈ സമരത്തെ ഏറ്റവും ജനാധിപത്യപരമായി കണ്ടതിന് ഞങ്ങൾക്കുള്ള ഈ അദ്ദേഹത്തോട് ഈ ഗവൺമെന്റിനോടുള്ള നന്ദി അറിയിക്കുന്നതിന് വേണ്ടി 21-ാം തീയതി ഞങ്ങൾ ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും എത്തിച്ചേരുകയാണ്. ഞങ്ങൾ മാത്രമല്ല, ഈ സമരത്തെ പിന്തുണച്ച സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ, രാഷ്ട്രീയ നേതാക്കൾ അടക്കം, സാധാരണ ജനങ്ങളടക്കം ഈ സമരത്തെ മുഴുവൻ പിന്തുണച്ച മുഴുവൻ മനുഷ്യരും ഈ സമരവേദിയിൽ, ഇത് ഞങ്ങളുടെ സമരവേദിയായിരുന്നു, ഈ സമരവേദിയിൽ 21-ാം തീയതി എത്തിച്ചേരണം. അന്ന് നമ്മളൊരു വിക്ടറി റാലി, ആശാ കേരളം വിജയം വരെ മുന്നോട്ട് എന്ന മുദ്രാവാക്യവുമായി ഞങ്ങൾ അന്നൊരു വിക്ടറി റാലി നടത്തുകയാണ്. കേരളത്തിലെ ഈ സമരത്തെ പിന്തുണച്ച മുഴുവൻ മനുഷ്യരെയും അന്ന് സാമൂഹ്യ സാംസ്കാരിക നായകന്മാരെയും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളെയും മതമേലധ്യക്ഷന്മാരെയും സാമുദായിക നേതാക്കന്മാരെയും അടക്കം എല്ലാവരെയും ഞങ്ങൾ അന്ന് ഈ സമയപരിമിതി ഉള്ളതുകൊണ്ട് 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് എല്ലാവരെയും വിളിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ചോദിച്ചുകൊണ്ട് ഇതൊരു ഞങ്ങളുടെ ഒരു ക്ഷണമായി കണക്കാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 18 വർഷമായി ആശാ വർക്കർമാരുടെ വേതനം
18 വർഷമായി വന്ന വർധന എന്ന് പറയുന്നത് 7000 രൂപയാണ്. 2025 ഫെബ്രുവരി 10 ഞങ്ങൾ സമരം ആരംഭിക്കുമ്പോൾ ആശമാരുടെ വേതനം 7000 രൂപയായിരുന്നു. ആ വർധനവ് 18 വർഷം കൊണ്ട് വന്നതാണ്. ഞങ്ങളുടെ സമരത്തിലൂടെ കഴിഞ്ഞ 6 മാസം കൊണ്ട് അതിൽ 5000 രൂപയുടെ കൂടെ വർധനവ് വന്നിരിക്കുന്നു എന്ന വ്യക്തമായ ഒരു ഡിമാൻഡ് നേടിയെടുത്തുകൊണ്ട്, ഒരു വിജയം നേടിയെടുത്തുകൊണ്ടാണ് ഞങ്ങൾ 21-ാം തീയതി ഇവിടെ ഈ വിക്ടറി മാർച്ചിനായിട്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇത് കേരളത്തിൽ നിന്നല്ല, പണിയെടുത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രതീക്ഷയും പ്രത്യാശയും. കാരണം സമരങ്ങളിലൂടെ, അത് മനുഷ്യൻ ജാതിയും മതവും ഒക്കെ മറന്നുകൊണ്ട് നടത്തുന്ന കൂട്ടായ ഒരു യജ്ഞത്തിലൂടെ, ഒരു പ്രവർത്തനത്തിലൂടെ, പ്രക്ഷോഭത്തിലൂടെ മാത്രമേ ഏതൊരാൾക്കും അവന്റെ ഡിമാൻഡുകൾ നേടിയെടുക്കുവാൻ കഴിയൂ എന്ന് ആശാസമരം ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സമരം തീർച്ചയായും തൊഴിലാളികളുടെ ഏതെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നടന്ന ഒരു സമരം എന്നുള്ള നിലയിലല്ല, മറിച്ച് കേരളത്തിന് മുഴുവൻ പ്രതീക്ഷ നൽകുന്ന ഒരു സമരമായിട്ടാണ് ഇത് നടന്നത്. അത്തരത്തിൽ തന്നെയാണ് ഇത് വിജയം വരിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്കുണ്ടായിരിക്കുന്ന വിജയം, ഞാൻ നേരത്തെ പറഞ്ഞു 21,000 രൂപയാണ് നമ്മുടെ ഡിമാൻഡ്. അത് നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ പരിശ്രമിക്കും. മറ്റ് നിരവധിയായ ഈ സമരത്തിനിടയിൽ ഓണറേറിയത്തിനുണ്ടായിരുന്ന മാനദണ്ഡം നമ്മളുടെ ഡിമാൻഡിനെ തുടർന്ന് മാറ്റിയെങ്കിലും അത് ചട്ടവിരുദ്ധമായി ഇൻസെന്റീവിൽ ഉൾപ്പെടുത്തി ഇന്ന് ആശമാർക്ക് പലർക്കും, നല്ലൊരു ശതമാനം ആശമാർക്ക് പകുതി ശമ്പളമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് മാർച്ച് 31-നാണ് ആ തീരുമാനം വന്നത്. ഞങ്ങൾ മാർച്ചിൽ വന്ന ആ തീരുമാനം പിൻവലിക്കുമെന്ന് 31-ാം തീയതി അവിടെ ഏപ്രിൽ 3-ന് നടന്ന ചർച്ചയിൽ ശ്രീമതി വീണ ജോർജ് നമ്മൾക്ക് വാക്ക് തന്നതാണ്. അന്നു മുതൽ ഞങ്ങൾ NHM ഡയറക്ടറേറ്റിൽ കയറിയിറങ്ങുകയാണ്. അവിടുന്നുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഞങ്ങൾക്ക് അനുകൂലമായി, ആശമാർക്ക് അനുകൂലമായി എഴുതി തയ്യാറാക്കി ഈ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ വിട്ടിട്ട് അതിനകത്തൊരു ഒപ്പിട്ടാൽ ഈ 8,000 രൂപ എന്നുള്ളത് 4,000 രൂപയായിട്ട് കുറഞ്ഞു കിട്ടുന്ന ആശമാർക്ക് വളരെ വലിയൊരു ആശ്വാസമായിരുന്നു. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ വീടുകളൊക്കെ കുറവുള്ള സ്ഥലങ്ങളിൽ ഈ പണി മുഴുവൻ ചെയ്താലും അത് ശമ്പളം പകുതിയായിട്ട് കുറയുമ്പോൾ അത് വളരെ വലിയ ദുരിതം ആശാവർക്കർമാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഉപാധി പിൻവലിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം തീർച്ചയായിട്ടും ഈ സർക്കാർ വളരെ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഇന്നലെ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യം ഞങ്ങൾ 21-ാം തീയതി നടത്തുന്ന ഈ പരിപാടി നിങ്ങളിലൂടെ ഈ കേരളത്തെ അറിയിക്കുന്നതിന് വേണ്ടിയും എല്ലാവരും ഇതിലേക്ക് എത്തിച്ചേരണമെന്നുള്ള ക്ഷണം നൽകുന്നതിന് വേണ്ടിയും പ്രത്യേകമായി ഇത്തരമൊരു തീരുമാനമെടുത്ത ശ്രീ VD സതീശൻ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും UDF-നും നന്ദി അറിയിക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഞങ്ങൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ സമരത്തെ പിന്തുണച്ചത് വഴി നിരവധി ആളുകൾക്ക് വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നറിയാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ശ്രീ പ്രേംകുമാർ. അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നു. ഒരു പൊതുവേദിയിൽ വെച്ച് ആശാ സഹോദരിമാർ ഇങ്ങനെ തെരുവിൽ കഴിയുമ്പോൾ അവരെ ഈ ഗവൺമെന്റ് സംരക്ഷിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം, ഒരു ആശങ്ക ഉന്നയിച്ചതിന് അദ്ദേഹത്തെ ഒന്നും പറയാതെ ഒരു രാത്രി കൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്തുനിന്ന് മാറ്റുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആശാസമരത്തിന്റെ രക്തസാക്ഷി കൂടിയാണ് ശ്രീ പ്രേംകുമാർ. അത് ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ്. കാരണം നമുക്കും വളരെ വിഷമമുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം നടന്നതിൽ. എന്തായാലും ഈ വിജയം ഞങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് സമർപ്പിക്കുകയാണ്. കാരണം പൊതുസമൂഹം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുപുലർത്തിയിട്ടാണ് ഈ സമരത്തെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ശരിയാണ്, ആശാപ്രവർത്തകർ ഈ തെരുവിലേക്ക് വരികയും തെരുവിൽ കിടന്നുറങ്ങുകയും മുടിമുറയ്ക്കുകയും നിരാഹാരം അനുഷ്ഠിക്കുകയും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ തെരുവിൽ ഉറങ്ങിക്കൊണ്ടുള്ള സമരയാത്രകളൊക്കെ നടത്തി. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ കേരളത്തിന്റെ പൊതുസമൂഹമാണ്. നമ്മൾ ഈ നഗരത്തിൽ ഒരു പൊതു ശൗചാലയമില്ല. ഈ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് ശ്രീമാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അന്നിവിടെ നടത്തിയ സോളാർ സമരത്തിൽ 4 ദിവസത്തെ സമരം കഴിഞ്ഞ് ലക്ഷക്കണക്കിന് പ്രവർത്തകർ തിരിച്ചു പോകാൻ നിർബന്ധിതമായി എന്ന് അവർ അന്ന് പറഞ്ഞ കാരണം, അവർ മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞത് ഇവിടെ കക്കൂസില്ല എന്നാണ് ഇത്രയും ആളുകൾക്ക്. അങ്ങനെ 10 വർഷം മുമ്പില്ലാത്ത കക്കൂസ് 10 വർഷവും പണിതിട്ടില്ല. ഞങ്ങൾ ഈ മുന്നിൽ കാണുന്ന ഈ കടകളിലാണ് ഞങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചത്. ഞങ്ങൾ ഈ വേദിയിൽ ഇവിടത്തെ ഈ കച്ചവടക്കാർക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങൾ ഈ തെരുവിൽ ഉറങ്ങുമ്പോൾ രാത്രി ഞങ്ങൾക്ക് കാവലിരുന്ന ആളുകളുണ്ട്, ഞങ്ങൾക്കറിയില്ലാത്ത ആളുകൾ, അവരോട് നന്ദി പറയുകയാണ്. ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഒരിക്കൽ പോലും വന്നിട്ടില്ലാത്ത സ്ത്രീകൾ ട്രെയിനിൽ ആദ്യമായി കയറിക്കൊണ്ട്, അവർ കാസർഗോഡ് നിന്നും പാലക്കാട് നിന്നും ഒക്കെ ട്രെയിനിൽ കയറി
അവർ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് സമരപ്പന്തലിൽ പോകണമെന്ന് ഓട്ടോക്കാരോട് പറയുമ്പോൾ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പൈസ വാങ്ങാതെ പോയ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, അങ്ങനെ ഹൃദയം നുറുങ്ങുന്ന വേദനയുള്ള നിരവധി സന്ദർഭങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. ഞങ്ങൾക്കിതൊരു വ്യക്തിപരമായ വിഷമമല്ല, മറിച്ച് ഒരു സമരത്തെ, ഒരു ചെറിയ വിഭാഗം ആളുകൾ അവരുടെ ജീവിക്കുവാൻ വേണ്ടി നടത്തിയ പ്രക്ഷോഭത്തെ, സത്യസന്ധമായ പ്രക്ഷോഭത്തെ ഈ കേരളത്തിന്റെ പൊതുസമൂഹം, മാധ്യമ സമൂഹം നൽകിയ പിന്തുണ, ഞങ്ങൾക്കെതിരെ വലിയ സൈബർ അറ്റാക്കുകൾ വരുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിച്ച, ഞങ്ങളുടെ വേദനയിൽ പങ്കുചേർന്ന, ഓരോ ഘട്ടത്തിലും ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന നിരവധി ആളുകളുണ്ട്. ഇത് പറയുന്നത് ഇനി എന്ത് പ്രശ്നം ഈ കേരളത്തിൽ ആർക്കുണ്ടായാലും അവരാരും ഒറ്റയ്ക്കാവില്ല എന്ന് പറയുന്ന, ഒരു കരുതൽ നമ്മുടെ നാടിനുണ്ട് എന്ന് തെളിയിച്ചൊരു സമരം കൂടിയാണ്. അതുകൊണ്ട് ആശാ സമരം എന്ന് പറയുന്നത് ആശ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ അല്ല, കേരളത്തിന്റെ പ്രതീക്ഷയും ആശയുമായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ മറ്റന്നാൾ ഇവിടെ നടക്കുന്ന ഒത്തുചേരലിന് ആശാ കേരളം വിജയം വരിച്ച് മുന്നോട്ട് പോകുന്നു എന്നൊരു ക്യാപ്ഷനോട് കൂടി ഒരു ഒത്തുചേരൽ നടത്താൻ ആഗ്രഹിക്കുന്നത്. ഇത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കും പ്രതീക്ഷയും ആശയും നൽകുന്നതാണ്. തീർച്ചയായിട്ടും അംഗൻവാടി തൊഴിലാളികൾക്കും, പാചക തൊഴിലാളികൾക്കും, അതുപോലെ പ്രീ പ്രൈമറി അധ്യാപകർക്കും, ആയമാർക്കും, അങ്ങനെ വളരെ ദരിദ്രരായിരിക്കുന്ന ആളുകൾക്ക്, ഒട്ടേറെ സ്ത്രീകൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഇന്ത്യയിൽ ഒരുപക്ഷെ ഇപ്പോൾ വേണമെങ്കിൽ ഗവൺമെന്റിനെ ആശ്വസിക്കാം, ഇന്ത്യയിലെ നമ്പർ 1 ആയി കേരളം മാറുകയാണെന്ന്. ഏറ്റവും കൂടുതൽ ഓണറേറിയം അത് 12,000 രൂപയാണ്. ജീവിക്കാൻ ആവശ്യമാണെന്ന് വെച്ചാൽ അല്ല, പക്ഷേ ആ 12,000 രൂപ നൽകുന്ന ഒരു സംസ്ഥാനം ഇപ്പോൾ അത് കേരളമായി മാറിയിരിക്കുന്നു. നേരത്തെ മഹാരാഷ്ട്രയും സിക്കിമും 10,000 രൂപ വെച്ചാണ് നൽകുന്നത്. പക്ഷേ നമ്മൾ ഓരോ ദിവസവും ചർച്ച നടത്തുമ്പോൾ പറയുന്നത് കേരളമാണ് നമ്പർ 1. ആ എല്ലാ കള്ളവും പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ സമരം നടന്ന വേളയിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം ഈ സമൂഹം, മനുഷ്യർ, പ്രത്യേകിച്ചും സ്ത്രീകൾ, അവർ കരുതി വെച്ച് ഈ ഗവൺമെന്റിനെ, ജനാധിപത്യ വിരുദ്ധ ഗവൺമെന്റിനെ താഴെ ഇറക്കുവാൻ അവർ പോളിംഗ് ബൂത്തിലേക്ക് പോയി എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മുഴുവൻ മനുഷ്യരോടും, മുഴുവൻ ജനങ്ങളോടും ഞങ്ങൾ നന്ദി പറയാണ്. ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം 7,000 രൂപ 12,000 രൂപയാക്കി എന്ന സാമ്പത്തികമായ നേട്ടത്തിനും അപ്പുറത്തേക്ക് സ്ത്രീകൾക്ക് കൂടുതൽ കരുത്തും ആത്മവിശ്വാസവും അന്തസ്സും കൊടുക്കുവാൻ ഈ പ്രക്ഷോഭത്തിന് കഴിഞ്ഞുണ്ട്. അത് ഈ ഗവൺമെന്റ് ഞങ്ങളോട് കാണിച്ച അനീതിക്കെതിരെ നടത്തിയ പോരാട്ടം, തെരുവിൽ വന്ന് പരസ്പരം ഒന്ന് സംസാരിക്കാൻ പോലും മടി കാണിക്കുന്ന സ്ത്രീകൾ വന്ന് ഈ തെരുവിൽ വന്ന് ഏത് ത്യാഗവും സഹിക്കുവാൻ, എത്ര ബുദ്ധിമുട്ടും സഹിക്കുവാൻ ഈ കഴിഞ്ഞ ഗവൺമെന്റ് ഞങ്ങളെ പ്രാപ്തരാക്കി എന്ന് പറയുന്നൊരു നന്ദിയും ഞങ്ങൾക്കുണ്ട്. ഇന്നിപ്പോൾ ധാരാളം സൈബർ രീതിയിൽ ഈ 3,000 രൂപ വർദ്ധിപ്പിച്ചത് നമ്മുടെ ബഹുമാന്യനായിരുന്ന ശ്രീ അദ്ദേഹം ബാലഗോപാലൻ, കഴിഞ്ഞ ധനകാര്യ വകുപ്പ് മന്ത്രി, മല എലിയെ പ്രസവിച്ച പോലെയാണെന്ന് പറയുന്നു. അദ്ദേഹത്തിനുള്ള മറുപടി പറഞ്ഞ നിമിഷം മുതൽ ആളുകൾ കൊടുക്കുന്നുണ്ട്. പറയുന്നില്ല, ഇവിടെ പ്രസവിക്കാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചത് സമരത്തിന്റെ 2ാം ദിവസം ഞങ്ങളെ വിളിച്ചു ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് അടിയന്തരമായ ഒരു ചെറിയ തുക അനുവദിച്ചുകൊണ്ട് പരിഗണിക്കാമെന്ന് പറയുമെന്നായിരുന്നു. അങ്ങനെ പരിഗണിക്കാതെ വന്ന ആ 2ാമത്തെ ദിവസം ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് വിജയം കണ്ടു മാത്രമേ അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് മടങ്ങൂ എന്നുള്ളത്. കൃത്യമായി 1,000 രൂപയുടെ വർധനവ് വരുത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മടങ്ങിയത്. പിന്നീട് അതുകൊണ്ടും തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായിട്ടാണ് ബജറ്റിൽ വീണ്ടും 1,000 രൂപ കൂട്ടിയത്. അങ്ങനെ 2,000 രൂപ കൂട്ടിയിട്ടും അടിത്തറയാകെ ഉലയ്ക്കുന്ന തരത്തിലുള്ള ഒരു ജനാധിപത്യ പ്രവർത്തനം നടത്താൻ കേരളത്തിന്റെ പൊതുമനസാക്ഷി ഇവിടെ തയ്യാറായിരിക്കുന്നു. നമുക്ക് വളരെ വളരെ പ്രതീക്ഷയുണ്ട്. ഈ പൊതുസമൂഹം ഒരു കാര്യത്തിലും നമുക്ക് ആശങ്ക പറ്റാത്തവണ്ണമുള്ള ഒരു കരുതലായി, ഒരു കരുതൽ ശേഖരമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ വഹിച്ച പങ്ക് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ മഴ നനഞ്ഞപ്പോൾ നിങ്ങളും നനഞ്ഞു, ഞങ്ങൾ വെയിൽ കൊണ്ടപ്പോൾ നിങ്ങളും നനഞ്ഞു, നിങ്ങളും വെയിൽ കൊണ്ടു, ഞങ്ങൾ പട്ടിണി കിടന്നപ്പോൾ നിങ്ങളും പട്ടിണി കിടന്നു, ഞങ്ങൾക്കറിയാം. അങ്ങനെ കേവലം ഒരു മാധ്യമ പ്രവർത്തനം എന്നതിനപ്പുറത്തേക്ക് മനസാക്ഷിയുള്ള മനുഷ്യരായി നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാധ്യമ ലോകം അത് എല്ലാ കാലത്തും ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കും, കേരളത്തിന്റെ പൊതുസമൂഹം കടപ്പെട്ടിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.